ഹലോ ഗൈസ്, അപ്പം ഞാനും മേരിയും കൂടെ ഇന്ന് ചെറിയൊരു ഷോപ്പിങ്ങിന് ഇറങ്ങിയേക്കാണ്. ഇങ്ങോട്ടാ എവിടെയാ എന്നൊന്നും അറിയത്തില്ല കേട്ടോ. അങ്ങ് പോയേക്ക് തന്നെ. നമ്മുടെ പച്ചക്കറി പലചരക്ക് സാധനങ്ങളൊക്കെ തീർന്നിരിക്കുന്നത് കൊണ്ട് തന്നെ കുറച്ചധികം വലിയ ഷോപ്പിംഗ് ആണ്. ഫസ്റ്റ് തന്നെ ഞങ്ങൾ നോൺ വെജ് സെക്ഷനിലേക്ക് പോയി ചിക്കനൊക്കെ എടുത്തു. തെരണ്ടിയുടെ മോൻ കണ്ടപ്പോൾ ഇത് എന്തോട്ടാ സാധനം, അങ്ങനെ ഞാനത് സൂം ചെയ്തൊരു വീഡിയോ എടുത്തതാണ്. മത്തിയാണ് വാങ്ങാനിരുന്നത്, പക്ഷെ മത്തി ക്ലീൻ ചെയ്ത് കിട്ടാത്തത് കൊണ്ട് ബെൽറ്റ് ഫിഷ് വാങ്ങി. കൂടെ നമ്മൾ മുട്ട എടുത്തിട്ടുണ്ടായിരുന്നു. ഇതേണ്ടട കിടക്കുന്ന നമ്മുടെ നാട്ടിലെ വാഴക്കൂമ്പ് ഇങ്ങനെ പൊതിഞ്ഞ് വെച്ചിരിക്കുകയാണ്. ഒരു സെക്ഷനിലെ പച്ചക്കറിക്കൊക്കെ നല്ല റേറ്റാണ്. അതെല്ലാം നല്ല ക്ലീൻ ചെയ്ത് പൊതിഞ്ഞ് നല്ല സുന്ദര കുട്ടപ്പനാക്കി വെച്ചിരിക്കുന്നതാണ്. പിന്നെ നമ്മളിതേ 1 കിലോ ഉള്ളി എടുക്കാമെന്ന് വിചാരിച്ചു. ഉള്ളി എപ്പോഴും കൊണ്ടുവന്നാലും പെട്ടെന്ന് തീർന്നു പോകും. പിന്നെ ചുമന്നുള്ളി, വെളുത്തുള്ളി, പിന്നെ ചീര, ചുമന്ന ചീര, ഇതെല്ലാം ഉണ്ടേ. പിന്നെ വെളുത്ത സവാള. നമ്മുടെ കേരളത്തിൽ ഇത് വീടുകളിൽ അധികം ഉപയോഗിക്കാറില്ലാന്ന് തോന്നുന്നു. മാങ്ങയുടെ സെക്ഷനിലേക്ക് പോയപ്പോൾ ഒരുപാട് ടൈപ്പിലുള്ള മാങ്ങകളുണ്ടായിരുന്നു. ഇതിനേക്കാൾ കൂടുതൽ എടുത്തു പറയേണ്ടത് ആ ഒരു സ്മെല്ലാണ് കേട്ടോ. നല്ല സ്മെല്ലായിരുന്നു. ഞെങ്ങാത്തതും ഒക്കെ നോക്കി ഓരോന്നും തപ്പി കണ്ടുപിടിച്ചെടുക്കുവാണേ. അങ്ങനെ നിന്നപ്പോഴാണ് ആദത്തിന് കൊടുത്ത പോലത്തെ ഒരു ആപ്പിൾ കണ്ണിൽ പെട്ടത്. ഇതൊക്കെ കണ്ട ആരായാലും ഒന്ന് നോക്കിപ്പോട്ടോ. നമുക്കൊരു ചൂല് അത്യാവശ്യമായിരുന്നു. അങ്ങനെ ഒരു ചൂലൊക്കെ വാങ്ങി. ഓൾറെഡി എൻ്റെ ഡ്രൈ സ്കിന്നാണ്. അത് ഇവിടെ വന്നു കഴിഞ്ഞപ്പം ഉള്ളതും കൂടെ നല്ല നാശമായിട്ടുണ്ട്. ഒരു മോയ്സ്ചറൈസർ എടുത്തിട്ടുണ്ട്. ഞാൻ കുലുക്കി നോക്കുവാണ് എന്തോരം ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ സോസ്, അതേപോലെ തന്നെ ന്യൂഡിൽസ്, ആ ഒരു സെക്ഷനിൽ വന്നപ്പോൾ നമ്മുടെ കണ്ണിൽ പെട്ടതാണ് ഒലിവ് ഉപ്പിലിട്ട് വെച്ചിരിക്കുന്നത്. അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് വാങ്ങി. ചെറിയൊരു വീഡിയോ ആയതുകൊണ്ട് എല്ലാം കൂടെ കാണിക്കാൻ വേണ്ടി പറ്റാത്തത് കൊണ്ട് നമുക്ക് എന്തൊക്കെ വാങ്ങിച്ചെന്നുള്ളത് അടുത്തൊരു വീഡിയോ ചെയ്യാം കേട്ടോ. തിരിച്ചു വന്നപ്പോഴാണ് ഏറ്റവും രസമുള്ളൊരു കാര്യം ഉണ്ടായത്. ഇത്രയും സാധനങ്ങളായിട്ട് ഞങ്ങൾക്ക് റൂമിലേക്ക് പോകാൻ പറ്റുന്നുണ്ടായില്ല. എല്ലാം കൂടെ ആ ചൂലിലേക്ക് കൊളുത്തിയിട്ടു അങ്ങ് കൊണ്ടുപോയി. എന്താ അല്ലേ ബുദ്ധി.